യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മലയാളി യുവതിയുടെ മോചനം സാധ്യമായെന്ന തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ അതിനിശിതമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ. ആ വാർത്ത ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മഹദി രംഗത്തെത്തിയത്. കാന്തപുരം കള്ളം പറയുകയാണെന്ന് ആരോപിച്ചാണ് സഹോദരൻ്റെ രംഗപ്രവേശം. ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് തലാലിൻ്റെ സഹോദരൻ രംഗത്തെത്തിയത്. കാന്തപുരമോ ഷൈഖ് ഹബീബ് ഉമറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അബ്ദുൽ ഫത്താഖ് മഹദി FBയിൽ കുറിച്ചത്. ഇസ്ലാം മതം സത്യമാണെന്നും കളവ് പ്രചരിപ്പിക്കരുതെന്നും അബ്ദുൽ ഫത്താഖ് FB പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിൻ്റെ സഹോദരൻ പറയുന്നു. ഇതിനെതിരായ വാദങ്ങൾ തെളിയിക്കാൻ അബ്ദുൽ ഫത്താഖ് മഹദി കാന്തപുരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിമിഷപ്രിയയുടെ മോചന ശ്രമവുമായി ബന്ധപ്പെട്ട വീണ്ടും പ്രതികരണങ്ങളുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന് കാന്തപുരം ആരോപിച്ചു. തങ്ങൾക്ക് ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല, കടമ മാത്രമാണ് നിർവഹിച്ചത്. ഉപയോഗപ്പെടുത്തിയത് മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാധ്യതകളാണെന്നുമായിരുന്നു കാന്തപുരത്തിൻ്റെ അഭിപ്രായ പ്രകടനം. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിലപാട് ഘടിപ്പിച്ച് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയായിരുന്നു തലാലിൻ്റെ സഹോദരൻ. വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൽ ഫത്താഖ് മഹദി വെളിപ്പെടുത്തുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം. വധശിക്ഷ നീട്ടിവെച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും അബ്ദുൽ ഫത്താഖ് മഹദി ആരോപിക്കുന്നു. 2017 ജൂലൈ 25-നാണ് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിച്ച നിമിഷപ്രിയ യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയത്. പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതേസമയം തലാൽ അബ്ദുൽ മഹദിയുമായി ബന്ധപ്പെട്ട കേസിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകേണ്ടത് സഹോദരനല്ലെന്നും തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബമാണെന്നും ആരോപണമുയരുന്നുണ്ട്. തലാൽ അബ്ദുൽ മഹദിയുടെ മക്കളും രക്ഷിതാക്കളും ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ടെന്നും കാന്തപുരത്തിൻ്റെ വക്താക്കൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.